ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെമ്പനീർ പൂവിൻ്റെ അടുത്ത ഭാഗമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാൻ. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം എന്തായെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശ്രീകാന്തും രേവതിയും കൂടിയിട്ട് വരികയാണ്. അപ്പോൾ ഇതാണ് നമ്മളോട് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞിട്ട്, ഈ സ്ഥലമാണ് മഹേഷ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മളെ സച്ചിയുടെ വണ്ടി ഓടിക്കുന്ന മഹേഷ് പറഞ്ഞിട്ടുള്ളത് നമ്മളോട് ഈ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആരെങ്കിലും ആയിരിക്കും ഓട്ടോ വിളിച്ചിട്ടുണ്ടാകാൻ, ഓട്ടത്തിന് പോകാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടാകാൻ. അപ്പോൾ നമുക്ക് ഇവിടെ അന്വേഷിച്ചൊക്കെ മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ അവർ അന്വേഷിക്കാൻ വേണ്ടി അവിടെ പോവുകയാണ്. അപ്പോഴാണ് രേവതിയുടെ കണ്ണിൽ CCTV ക്യാമറ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ അവൾ ശ്രീകാന്തിനോട് പറയുകയാണ്, ശ്രീകാന്ത് അവിടെ ഇരിക്കുന്നത് നോക്കിയിട്ട് അത് CCTV അല്ലേ, അപ്പോൾ നമുക്ക് അതിൽ അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റുമല്ലോ എന്നുള്ളൊരു ധാരണയിൽ അവൾ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുകയാണ്. ഈ സംഭവമൊക്കെ ഇവിടെ നിന്നാണ് വണ്ടിയിലേക്ക് കയറ്റിയത് എങ്കിൽ നമുക്ക് ആ CCTV നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അതിലെന്തൊക്കെയാണ് പാക്ക് ചെയ്തതെന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ അന്വേഷിച്ച് നോക്കാമെന്ന് രേവതി പറയാണ്. ആ ശരിയാ, എല്ലാം അതിൽ പതിഞ്ഞിട്ടുണ്ടാകും, എടുത്തി നമുക്ക് അന്വേഷിച്ച് നോക്കാം എന്ന് പറഞ്ഞ് ശ്രീകാന്ത് അവളെയും കൂട്ടിയിട്ട് അവിടത്തേക്ക് പോവാണ്. അതൊരു വലിയ ഷോപ്പായിരുന്നു. അതിലുള്ള സാധനങ്ങളൊക്കെ അവർ അടുക്കി വെക്കുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് ശ്രീകാന്ത് ചോദിക്കുകയാണ്, ചേട്ടാ ഇതിൻ്റെ ഓണർ ഇവിടെയുണ്ടോ? അതാ അവിടെയുണ്ട് എന്ന് പറഞ്ഞ് ഓണറെ കാണിച്ചു കൊടുക്കുവാണ്. സാർ, ഇവിടുത്തെ CCTV ക്യാമറയിൽ ഒരു സംഭവം പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ സാറൊന്ന് ഇവിടുത്തെ ഒന്ന് CCTV ഓണാക്കി തരണം. കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ എൻ്റെ ഏട്ടൻ എന്താ കാര്യം എന്ന് അവർ ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, അതിൽ എൻ്റെ ഏട്ടൻ്റെ വണ്ടിയാണ്, അതിൽ കുറച്ച് പേര് ഒരു സാധനം വെച്ച് കൊടുത്തിരുന്നു, അതിൽ കുറച്ച് കഞ്ചാവ് കൂടിയുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ സാധനം എന്താണെന്ന് ആരാണ് വെച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുകയാണ് ശ്രീകാന്ത്. പറയുകയാണ്, CCTV ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള ആ 2 പേര് ആരാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ അവർ 2 പേരെയും നമുക്ക് പോലീസിൽ കൈമാറാൻ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ അവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും എന്നൊക്കെയാണ് രേവതി പറയുന്നതും. ഏട്ടന് പുറത്തിറങ്ങാനും പറ്റും. അപ്പോൾ അവർ പറയാണ്, അതിലുള്ള ഈ ഷോപ്പിലുള്ള ഉടമ പറയാണ്, ആഹാ ഇത് കൊള്ളാലോ, നിങ്ങൾ പോലീസ് ചെയ്യേണ്ട ജോലി നിങ്ങളാണോ ചെയ്യുന്നത്? ഇതൊക്കെ പിന്നെ പ്രശ്നമാവും പിന്നീട്. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ CCTV ഒന്നും അങ്ങനെ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ പോകാൻ നോക്കുക എന്ന് പറഞ്ഞ്. സാർ സഹായിക്കണം സാർ. 2 പേരും പറയുകയാണ്, അതായത് ശ്രീകാന്തും രേവതിയും പറയുകയാണ് സാർ സഹായിക്കണം. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാതെയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിച്ചിരിക്കുന്നത്. നിങ്ങൾ ആരാണെന്ന് കൂടി എനിക്കറിയില്ല. നിങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ പ്രശ്നം എനിക്കാണ് ഉണ്ടാകുക. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് അവർ കൈയൊയ്യാണ്. സാർ സഹായിക്കണം സാർ. കാരണം എൻ്റെ ഹസ്ബൻഡ് നിരപരാധിയാണ്. അദ്ദേഹത്തെ പോലീസുകാർ വളഞ്ഞിട്ടിട്ട് ആക്രമിക്കുക. ഒരു തെറ്റും ചെയ്യാതെ അദ്ദേഹത്തെ അവർ ജയിലിലടക്കും. പ്ലീസ് സാർ, അദ്ദേഹത്തെ രക്ഷിച്ചേ പറ്റൂ. പ്ലീസ് സാർ, സഹായിക്കണം സാർ. അപ്പോൾ സാറിന് കുറച്ച് മനസ്സലിവ് തോന്നിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ശരി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കാണിച്ചു കൊടുക്കുകയാണ്. എപ്പോഴത്തെ വീഡിയോ ആണ് കാണേണ്ടത് സാർ? ഇന്നലെ വൈകുന്നേരത്തെ വീഡിയോ ആണ്. ഒരു 6-നും 6:30 ഇടയ്ക്കാണ് അവർ സാധനം ബോക്സിലകത്ത് കയറ്റിയതും കാറിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തതും. നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ശ്രീകാന്ത് പറഞ്ഞു, സാർ ഇതൊന്ന് പോസ് ചെയ്തേ, ഇതാണ് കാറ്. അതിൽ കുറച്ച് ഭാഗം നോക്കിയിട്ട് അവർ പറഞ്ഞു, ഇനി പ്ലേ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ ഒന്ന് നിർത്തുമോ എന്ന് രേവതി ചോദിക്കുകയാണ്. എന്നിട്ട് അവൾ തന്നെ പറയുകയാണ്, ഇവർ 2 പേരും വേണമെങ്കിൽ ഇവർ 2 ആയിരിക്കും ഓട്ടം വിളിച്ചിട്ടുണ്ടാകാൻ. അപ്പോൾ അവളുടെ അനിയത്തി പറയുകയാണ്, അവരുടെ കയ്യിൽ ബോക്സൊന്നും ഇല്ലല്ലോ. അപ്പോൾ പോസ് ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മളെ രേവതിക്ക് മനസ്സിലായി അവൾ മുൻപ് ഇവരെ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയുകയാണ്, സാർ അപ്പോൾ ഇവർ ഇന്നേ ആളാണെന്ന് അവൾക്ക് മനസ്സിലായി. കാര്യം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പേ അവളെ പിടികൂടാൻ ശ്രമിക്കുകയും അതിൻ്റെ ഇടയിൽ തല്ലുകൂടുകയൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇവർക്ക് ഓർമ്മ വന്നു രേവതിക്ക്. അപ്പോൾ ആ സമയത്ത് രേവതി പറയുകയാണ്, ഇവർ ഗജാനന്ദൻ്റെ ആളാണെന്ന്. അപ്പോൾ ഇതൊക്കെ അവൻ്റെ പണിയായിരുന്നു. അവൾക്ക് ശരിക്കും മനസ്സിലായി കാര്യങ്ങൾ. ചതിച്ചത് ഗജാനന്ദനാ. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ഞാൻ പറഞ്ഞില്ലേ ഇത് ഏട്ടനെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്, പക വീട്ടിയതാണ് അവൻ. അപ്പോൾ അതിൽ കണ്ട 2 പേരുടെ ഫോട്ടോ ശ്രീകാന്ത് എടുക്കുകയും ചെയ്തു. നന്ദിയുണ്ട് സാർ നന്ദി എന്ന് പറയുകയും അവളും പറഞ്ഞു, നന്ദിയുണ്ട് സാർ, ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ആ ഫോട്ടോ എടുത്തതിൻ്റെ പേരിൽ രേവതി പറയുകയാണ്, നമുക്ക് ഇത് മതി, ഇത്രയും മതി. അപ്പോൾ ഇതിൻ്റെ പേരിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും പോലീസിന്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ സച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. ചെന്ന് അയാളെ പെട്ടെന്ന് പുറത്തിറക്കാൻ നോക്ക്. ഓക്കെ സാർ. ഗജാനന്ദനെ പൊക്കി എത്രയും പെട്ടെന്ന് തന്നെ പോലീസിൽ ഏൽപ്പിക്കണം, എന്നാലേ നമുക്കിപ്പോൾ അവരെ പുറത്തിറക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അയാളെ ഇറക്കാൻ പറ്റില്ല ശ്രീകാന്ത്, അയാളെ ഒരു ക്രിമിനലാണ്. അപ്പോൾ രേവതി പറയാണ്, കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരുടെയും ഫോട്ടോ എടുത്തില്ല, നമുക്ക് പോയിട്ട് ആ ഫോട്ടോ പോലീസിൽ കാണിക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ CCTV ദൃശ്യമുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾക്ക് പോലീസിൽ പറയാമെന്ന് രേവതി പറയാണ്.
പോലീസ് അന്വേഷിച്ച സത്യം തെളിയുമല്ലോ. അപ്പോൾ അവളുടെ അനിയത്തി പറയാണ് അതിനൊക്കെ സമയമെടുക്കും. മാത്രമല്ല പോലീസിനെ തല്ലിയതിൻ്റെ പേരിൽ വേറെ ഇല്ലേ സച്ചിയേട്ടൻ്റെ പേരിലെ കേസ്. രേവതി പറയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യും? വൈകിയാൽ അവരെ പോലീസ് കോടതിയിലേക്ക് ഹാജരാക്കുകയും ചെയ്യും. ശ്രീകാന്തേ, ആ മേഡം പറഞ്ഞതുപോലെ ആരെയെങ്കിലും കൊണ്ട് വിളിച്ചു പറയിപ്പിക്കാൻ പറ്റുമോ? വല്ല രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ വല്ല ഉന്നത പോലീസുകാരോ അങ്ങനെ ആരെങ്കിലും ശ്രീകാന്തിൻ്റെ പരിചയത്തിലുണ്ടോ? അപ്പോഴാണ് ശ്രീകാന്തിൻ്റെ ഫോൺ ശബ്ദിച്ചത്. വർഷയായിരുന്നു അത്. ഹലോ, എന്താ വർഷ? ഹലോ, ഇന്ന് നല്ല ഫുഡ് വേണമായിരുന്നു, റെസ്റ്റോറൻറ്റിലില്ലേ? ഞാനിന്ന് റെസ്റ്റോറൻറ്റിൽ ഇല്ല വർഷ, ഞാൻ ചെറിയൊരു പ്രശ്നത്തിലാണുള്ളത്. അപ്പോൾ അവൾ ചോദിക്കുകയാണ് എന്താ പ്രശ്നം? അത് കുറച്ച് പേഴ്സണലാ, അപ്പോൾ ഞാൻ പിന്നെ വിളിക്കാം. അപ്പോൾ അവൾ പറയുന്നത് ഹേയ് ശ്രീ, നിൻ്റെ ഫ്രണ്ടല്ലേ ഞാൻ, അപ്പോൾ നിൻ്റെ പേഴ്സണൽ മാറ്റർ എന്നോട് പറയാൻ പാടില്ലേ? പറയ് ശ്രീ, എന്താ പ്രശ്നം? അങ്ങനെ ശ്രീകാന്ത് നടന്ന കാര്യങ്ങളൊക്കെ അവളോട് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗനമായിട്ടെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ആരെ കാണണം, എങ്ങനെ കാണണം എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ നല്ല വിഷമത്തിലാണുള്ളത്. ശ്രീ, ഞാൻ നിൻ്റെ ഫോണിലൊരു അഡ്രസ്സ് അയക്കാം, നീ അവിടെ വാ, നമുക്ക് ഈ പ്രോബ്ലം സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ വർഷ, ശരി. എന്താ ശ്രീകാന്ത് പറഞ്ഞത്? അത് എൻ്റെ ഒരു ഫ്രണ്ടാ, അപ്പോൾ അവളൊരു അഡ്രസ്സ് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടേക്ക് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. പോവാം, വാ എന്ന് പറഞ്ഞ് അവർ എല്ലാവരും കൂടിയിട്ട് അവിടത്തേക്ക് പോവുകയാണ്. വർഷ അവിടെ എത്തിയിട്ട് അവരെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ശ്രീകാന്തും അവരും അവിടെ എത്തി. അപ്പോൾ അവൾ പറയാണ് ഹായ് ശ്രീകാന്ത്, ആരാ ഇവരൊക്കെ? ഇത് എൻ്റെ ഏട്ടൻ്റെ ഭാര്യ ദേവു, ഇത് എൻ്റെ ഏട്ടത്തിയുടെ അനിയത്തിയാ. വർഷ, എന്നോട് എന്തിനാണ് ഇവിടെ വരാൻ പറഞ്ഞത്? ഇത് ആരുടെ വീടാ? ഇത് ASPയുടെ വീടാ. നിനക്ക് അദ്ദേഹത്തെ പരിചയമുണ്ടോ? അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത്. ASP അങ്കിളിൻ്റെ മകനും ഞാനും ഒരുമിച്ച് പഠിച്ചതാണ്. അവനിപ്പം ബാംഗ്ലൂരിലാണുള്ളത്. ഞാൻ പലതവണ അവർക്കൊപ്പം വീട്ടിൽ വന്നിട്ടുണ്ട്. അങ്കിളിനും ആൻറ്റിക്കും ഒപ്പം യാത്രയും ചെയ്തിട്ടുണ്ട്. അവർക്ക് എന്നെ വലിയ കാര്യമാണ്, എന്നെ വലിയ ഇഷ്ടമാണ്. ഈ കാര്യത്തിന് എന്തായാലും അങ്കിളിനെ എന്നെ സഹായിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞാൽ അദ്ദേഹം എന്തായാലും കേൾക്കും. രേവതിയോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഹസ്ബൻഡ് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പല്ലേ? അയ്യോ, ഒരു തെറ്റും ചെയ്തിട്ടില്ല, ചതിച്ചതാ അവർ. വൈരാഗ്യമുള്ള ഒരാൾ അദ്ദേഹത്തെ ചതിച്ചതാണ്. കഞ്ചാവ് കാറിൽ വെച്ചത് അയാളുടെ ആൾക്കാരാണ്. അപ്പോൾ വർഷ ചോദിക്കുകയാണ് അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾ അവിടുത്തെ CCTV ഫോട്ടോസ് പരിശോധിച്ചതാ. കാർ ഓടിച്ചത് മഹേഷ് എന്ന് പറഞ്ഞ ഒരാളാണ്. ഏട്ടൻ സ്ഥലത്തില്ലായിരുന്നു, ഇന്ന് വിവരം അറിഞ്ഞിട്ടാണ് എത്തിയത്. ഓക്കെ, നമ്മൾക്ക് ASP അങ്കിളിനോട് സംസാരിക്കാം, വാ. അതെ, അവർ പറഞ്ഞാൽ വിടുമായിരിക്കും അല്ലേ? അപ്പോൾ വർഷ ഷുവർ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. അപ്പോൾ അത് കേട്ടപ്പാടനെ വർഷ പറഞ്ഞത് കേട്ടപാടനെ രേവതിക്ക് കുറച്ചൊരു ആശ്വാസമായി. ശരി, നിങ്ങൾ പറഞ്ഞതൊക്കെ മനസ്സിലായി. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഞാൻ പറയുന്നതൊക്കെ സത്യമാണ് മാഡം, ഞാൻ പറയുന്നതൊക്കെ സത്യമാണ്. എൻ്റെ ഭർത്താവ് നിരപരാധിയാണ്, രേവതി പറയാണ്. അപ്പോൾ അവർ പറയാണ് ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. അദ്ദേഹം ഇവിടെയില്ല, അദ്ദേഹം ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് പോലെ ഒക്കെ ഞാൻ ചെയ്യും. പക്ഷേ എനിക്ക് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. എന്തായാലും വർഷ പറഞ്ഞതല്ലേ, വർഷ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇടപെടാം, ഞാൻ ഒന്ന് വിളിച്ചിട്ട് സംസാരിക്കാം. പക്ഷേ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? സത്യമാണ് മാഡം. ഇവർ പറഞ്ഞ വാക്കുകൾ മാത്രമേ വർഷയ്ക്ക് അറിയുള്ളൂ. അപ്പോൾ ഈ പെൺകുട്ടി ഭർത്താവിനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് നുണ പറഞ്ഞതാണെങ്കിലോ? മാഡം, സത്യമാണ് ഞാൻ പറയുന്നത്, ഞാൻ കളവ് പറയാറേ ഇല്ല. എൻ്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം. എൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ സത്യമാണ് പറയുന്നത്. ഉടൻ അവൾ പറയുകയാണ്, അവളുടെ താലിമാല പൊന്തിച്ചിട്ട് മാഡം, എൻ്റെ താലിമാലയാണ് സത്യം, ഞാൻ കളവല്ല പറയുന്നത്, സത്യമാണ് പറയുന്നതെന്ന്. എങ്ങനെയെങ്കിലും രക്ഷിക്കണം മാഡം, പ്ലീസ്. അദ്ദേഹം ഒരു പാപമാണ്, ആർക്കും ഒരു ഉപദ്രവവും ചെയ്യില്ല, കള്ളത്തരവും കാണിക്കില്ല, നിരപരാധിയാണ് മാഡം, പ്ലീസ് രക്ഷിക്കണം മാഡം. ആൻറ്റി എന്തെങ്കിലും ചെയ്യണം, എനിക്ക് മനസ്സിലാവുന്നുണ്ട് വർഷ. മാഡം, അടുത്ത കാലത്താണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്. ഇവർ രണ്ടുപേരും അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോയതാണ്. അതിനിടയിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. രേവതിയുടെ അനിയത്തി പറയാണ് ചെയ്യാത്ത കുറ്റത്തെയാണ് സച്ചിയേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വർഷ പറയാണ് പ്ലീസ് ആൻറ്റി, ഡോണ്ട് വറി മോളെ, ഞാൻ നിന്നെ സഹായിക്കാം. എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ പറയാണ് ഏത് സ്റ്റേഷനിലാണ് അവരുള്ളത്? പാലക്കുളം പോലീസ് സ്റ്റേഷനിലാണ്. ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് അവർ വിളിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ പോലീസിനെ വിളിച്ചു. മാഡം കാര്യം പറയാണ്. അപ്പോൾ അവർ പറയാണ്, പോലീസ് പറയാണ് സച്ചി ഉണ്ട് മാഡം, ഞാൻ വിളിക്കാം. ചെയ്യാം മാഡം, ഞാൻ നോക്കിക്കോളാം. ഓക്കെ മാഡം, ശരി മാഡം, ഞാൻ വിട്ടോളാം എന്ന് പറഞ്ഞ അവിടുത്തെ പോലീസുകാരൻ.
ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞു. അപ്പോൾ മാഡം പറയാണ് രേവതിയോട്, നിങ്ങളുടെ ഹസ്ബൻഡിനെ ഇപ്പം തന്നെ വിട്ടേക്കും. രേവതിക്ക് വളരെ സന്തോഷമായി. രേവതി തൊഴിൽ കൈയോടെ അവരുടെ മുമ്പിൽ നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ഇരുന്നിടത്തു നിന്ന് എണീറ്റ് കൈകൂപ്പിയ രേവതി പറയാണ് താങ്ക് യു മാഡം എന്ന് പറയാണ്. അങ്ങനെ അവർക്ക് നല്ല സന്തോഷമായി, നല്ല ചിരി, സന്തോഷത്തോടുള്ള ചിരിയൊക്കെ ചിരിച്ച് അവർ ഇറങ്ങാണ്. അപ്പോൾ പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ പോലീസ് പറയാണ് അവരോട്, അവിടുത്തെ വേറൊരു പോലീസിനെ വിളിച്ചിട്ട് പറയാണ് അവർ രണ്ടുപേരെയും വിട്ടേക്ക് എന്ന്. അപ്പോൾ അവർ പറയാണ് വിടാനോ? സാറെന്തായി പറയുന്നത്? കഞ്ചാവ് കേസാണ് സാർ. പോരാത്തതിന് ഒരുത്തൻ എൻ്റെ മേൽ കൈവയ്ക്കുകയും ചെയ്തു. കോടതിയിൽ കൊണ്ടുപോയി ജയിലിലടക്കണം സാർ രണ്ടുപേരെയും. ASPയുടെ വൈഫ് വിളിച്ച് രണ്ടെണ്ണത്തിനെയും വിട്ടയക്കാൻ വേണ്ടി പറഞ്ഞു. വിട്ടില്ലെങ്കിൽ ASPയുടെ വഴക്ക് കേൾക്കേണ്ടി വരും. വിട്ടേക്കടോ, ASPയുടെ സ്വഭാവം തനിക്കറിയാമല്ലോ. അപ്പോൾ മറ്റേ പോലീസ് പറയാണ് സാറേ, ആ സച്ചി എന്ന് പറയുന്നവൻ എന്നെ തല്ലിയതാണ്. പ്രസാദെ പറഞ്ഞതനുസരിക്ക്, ചെല്ലി പോയി അവരെ വിട്ടേക്ക്. അയാൾക്ക് നല്ല ദേഷ്യം പിടിച്ച്. അയാൾ പറയാണ് ASPയെ പേടിച്ചാൽ പോരാ, അങ്ങേരുടെ ഭാര്യയും പേടിക്കണം. രാകേഷേ, സച്ചിയെയും മഹേഷിനെയും വിട്ടേക്കാൻ പറഞ്ഞിരിക്കുക. വിട്ടേക്ക്. യെസ് സാർ. പക്ഷേ സച്ചിയുടെ കാർ കൊടുക്കരുത്. അതിന് വേണ്ടതൊക്കെ ചെയ്യണം. അവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല. അവനെ ഒരു പാഠം പഠിപ്പിക്കണം. യെസ് സാർ. ശ്രീ രണ്ടുപേരെയും വിടുമായിരിക്കും അല്ലേ? രേവതിയുടെ അനിയത്തി വയ്ക്കാണ്. ഉറപ്പായിട്ടും വിട്ടയക്കും. മാഡം വിളിച്ചു പറഞ്ഞത് നമ്മൾ കേട്ടതല്ലേ? പോലീസ് സ്റ്റേഷനിലെത്തി. സാർ മേ കമ്മിങ് സാർ എന്ന് പറഞ്ഞ്. അപ്പോൾ കയറിക്കോന്ന് പറഞ്ഞിട്ടുണ്ട്. SP സാറിൻ്റെ വൈഫ് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ശ്രീകാന്ത് പറയാണ് നിങ്ങളവരെ വിട്ടില്ലല്ലോ. അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ ആണയിട്ട് പറഞ്ഞിട്ടും സാർ അത് ചെവിക്കൊണ്ടില്ല. അവൻ SIയെ അടിച്ചില്ലേ, അതാണ് വഷളായത്. അയാൾ വെല്ലടിച്ച് മറ്റുള്ള പോലീസിനെ വിളിച്ചു വന്നിട്ട് പറയുകയാണ് എടോ അവരെ കൊണ്ടുപോവാ എന്ന്. യെസ് സാർ. അങ്ങനെ പോലീസ് പോയിട്ട് നമ്മളെ സച്ചിയെയും അവൻ്റെ കാർ ഓടിക്കുന്ന ഡ്രൈവറെയും വിളിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അവൻ്റെ ദേഹം അങ്ങനെ അടിച്ചിട്ട് പഞ്ചറാക്കിയിട്ടാണുള്ളത്. അപ്പോൾ രേവതി ചോദിക്കുകയാണ് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് അവളുടെ സാരി തുമ്പ കൊണ്ട് അവൻ്റെ മുഖവും ഒക്കെ തുടച്ചു കൊടുത്ത് എന്നിട്ട് പറയാണ് വേദനിക്കുന്നുണ്ടോ സച്ചി എന്ന് ചോദിക്കുന്നു. അപ്പോൾ മറ്റുള്ള പോലീസുകാരൊക്കെ നോക്കി നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മളെ ശ്രീകാന്തും അവിടെ തന്നെ ഉണ്ട്. പോലീസ് ചോദിക്കുകയാണ് ASP സാറിൻ്റെ വൈഫിനെ എങ്ങനെ അറിയാം? അപ്പോൾ സച്ചി നമ്മളെ ശ്രീകാന്ത് പറയാണ് അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഇതിലുള്ള ആളാണെന്ന്, എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കൂട്ടുകാരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറയാണ് ഞാൻ സാറിനോട് കെഞ്ചി പറഞ്ഞിട്ട് സാറ് കേട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അവരെ പോയി കണ്ടത്. എന്തായാലും കേസ് കോടതിയിലെത്താതെ നിങ്ങൾ രക്ഷപ്പെട്ടു, ഭാഗ്യവാന്മാരാ നിങ്ങൾ. വിട്ടോ. അപ്പോൾ സച്ചി പറയാണ് പോലീസിനോട് സാർ ഞാൻ അറിയാതെയാണെങ്കിലും പോലീസിനെ തല്ലിപ്പോയി. കാരണം തെറ്റാണ് ഞാൻ ചെയ്തത്. എങ്കിൽ ഞങ്ങളെപ്പോലുള്ളവരുടെ മേത്തും കൈവെക്കുന്നത് അതും തെറ്റല്ലേ സാറേ? പോലീസിനെ ഒന്നും ചെയ്യരുത്. പോലീസിന് പൊതുജനത്തെ എങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്യാം. അങ്ങനെ ഒരു നിയമമുണ്ടോ സാറേ? അപ്പോൾ പോലീസ് പറയാണ് ഇത്രയൊക്കെ കിട്ടിയിട്ടും നിൻ്റെ ചങ്കുറ്റത്തിനൊരു കുഴപ്പമില്ലല്ലോ. വായടക്ക്, എന്നിട്ട് പെട്ടെന്ന് പോകാൻ നോക്ക്. ചങ്കുറ്റം എൻ്റെ കൂടപ്പുറപ്പാണ് സാറേ. അത് ഞാൻ മരിക്കുന്നത് വരെ ഉണ്ടാവും. ഞാൻ പോകാം. എൻ്റെ കാറിൻ്റെ ചാവി എടുക്ക്. അതവിടെ നിന്ന് വാങ്ങിച്ചോ. ചെല്ലി. രേവതി പറഞ്ഞു വാ എന്ന് പറഞ്ഞ് മെല്ലനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് പതുക്കെ. പുറത്ത് വന്ന് സച്ചി ചോദിക്കുകയാണ് സാർ എൻ്റെ കാറിൻ്റെ കീ. അപ്പോൾ അതാ അപ്പുറത്തുനിന്ന് മെല്ലനെ എത്തി വലിഞ്ഞ് വരികയാണ് മറ്റേ അടികിട്ടി എന്ന് പറഞ്ഞ ആ പോലീസുകാരൻ. അപ്പോൾ ചാവി സച്ചിയുടെ കൈ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ആ പോലീസുകാരൻ പിടിച്ച് വാങ്ങിച്ച് എന്നിട്ട് പറയുകയാണ് കാറിൻ്റെ ചാവി തരാൻ പറ്റില്ല. അപ്പോൾ സച്ചി ചോദിക്കുന്നു എന്തുകൊണ്ട്? കാരണമുണ്ട് സാറേ, ASP സാറിൻ്റെ വൈഫ് വിളിച്ച് പറഞ്ഞിരുന്നു എന്ന് ശ്രീകാന്ത് പറഞ്ഞു. അപ്പോൾ ശ്രീകാന്തിനോട് അദ്ദേഹം പറയുകയാണ് അതിവനെ മാത്രം വിടാൻ വേണ്ടിയിട്ടാണ്. കാറ് വിട്ടുതരാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. കാറ് കോടതി പോയി വാങ്ങിച്ചോ. സാറേ ഇത് കേസാക്കരുത് സാറേ, എൻ്റെ കാറ് വിട്ടുതരണം. എൻ്റെ എല്ലാമാണ് ആ കാറ്. അത് ഓടിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് കുറേ കടവും ഉണ്ട് സാറേ. ലോൺ അടക്കാനുണ്ട്. അതുകൂടാതെ ഒരു ദിവസം കാർ ഓടിച്ചില്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ട അവസ്ഥയിലാണ്. പ്ലീസ് സാർ, കാറ് വിട്ടുതരണം സാർ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ കാറ് കോടതിയിൽ ചെന്ന് വാങ്ങിച്ചോ. അകത്ത് കിടക്കേണ്ട നിന്നെയൊക്കെ വിട്ടതേ തെറ്റാണ്. കാറ് ഞാൻ തരില്ല. കോടതിയിൽ പോയിട്ട് വാങ്ങിച്ചോ കാറ്. അപ്പോൾ രേവതി പറയാണ് വേറെ വരുമാനം ഒന്നുമില്ല സാർ ഞങ്ങൾക്ക്. കാർ ഓടിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് സാർ ഞങ്ങൾ കഴിയുന്നത്. കാറ് വിട്ട് തന്നില്ലെങ്കിൽ കഷ്ടത്തിലാവും സാർ. കാറ് വിട്ടു തരണം സാർ. പോലീസുകാരൻ രേവതിയോട് പറയാണ് കരഞ്ഞ് കാറ് പിടിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. കാറിന് കീയാൻ തരികയില്ല സാർ. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കാറിൽ കഞ്ചാവ് വെച്ച് ചതിച്ചതാണ് ഞങ്ങളെ. കാർ എനിക്ക് വിട്ടു തരണം സാർ. അപ്പോൾ സാറ് പറയാണ് കഞ്ചാവ് വെച്ചവനെ നീ കണ്ടുപിടിക്ക്, എന്നിട്ട് അവനെ കോടതിയിൽ ചൂണ്ടിക്കാണിക്ക്. അപ്പം നിനക്ക് കീ കിട്ടും. സാർ പ്ലീസ്, ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇവനെ കാണുമ്പോൾ തന്നെ എൻ്റെ കൈ തരിക്കുന്നുണ്ട്. ഞാൻ സ്വയം നിയന്ത്രിക്കുക. കൂട്ടിക്കൊണ്ട് പോയി ഇവനെ.
അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സി യു ഓൾ.